ഹലോ, ഹായ്. നമ്മളേ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതേ M1 എന്ന റോട്ടിൽ കൂടെയാണ് കേട്ടോ. എക്സ്പ്രസ് വേ കൂടെ. ഇത് ഇംഗ്ലണ്ടിലെ UK ഒരു മെയിൻ എക്സ്പ്രസ് വേ ആണ്. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ ആദ്യത്തെ ഒരു മോട്ടോർ വേ ആണ്. അതായത് ലണ്ടൻ തുടങ്ങി ലീഡ്സ് വരെയാണിത് കണക്ട് ചെയ്യുന്നത്. ഏകദേശം 193 മൈലാണ് ഇതിൻ്റെ ദൂരം. ഓക്കെ, ഇവിടെ നിങ്ങളൊരു സിഗ്നൽ കണ്ട ലെഫ്റ്റ് സൈഡിൽ സ്ലോ ലോറീസ് ഫോർ 2 മൈൽസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ലോറികൾ അല്ലെങ്കിൽ ഭാരം കൂടിയ വണ്ടികൾക്ക് അല്ലെങ്കിൽ ഇതൊരു അപ്പ് ഹിൽ വരുന്നതാണ്, ഒരു കയറ്റം വരുന്നുണ്ട്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വണ്ടികൾക്ക് പോകാൻ പ്രത്യേകം ട്രാക്ക് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുൻകൂർ ഇത് നമുക്ക് തന്നിരിക്കുന്നതാണ്. അത് ക്രോളിംഗ് ലൈൻ എന്നും പറയും. അപ്പോൾ ലോറി ട്രക്കൊക്കെ അങ്ങനെയുള്ള ലൈനിൽ കൂടെ മാത്രമേ പോകുള്ളൂ, ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട്. ഓക്കെ, കണ്ടോ ലെഫ്റ്റ് സൈഡിൽ സർവീസസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, 10 മൈൽസ് ദൂരം. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാതിരിയല്ല. നമുക്ക് ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഫ്രഷ് ആവണമെങ്കിലൊക്കെ ഇവിടെ വഴിയോരത്ത് തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രത്യേകം സ്റ്റോപ്പുകളുണ്ട്, റെസ്റ്റ് സ്റ്റോപ്പുകളുണ്ട്. അവിടെ നിന്ന് മാത്രമേ നമുക്ക് കഴിക്കാനോ അല്ലെങ്കിൽ ഫ്രഷ് ആവാനൊക്കെ പറ്റുള്ളൂ. നാട്ടിലിപ്പോൾ ദേശീയപാതയൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവിടെ സാധാ ഒരു റോഡായാലും നമുക്ക് കടകളും ഇതൊന്നും കാണാൻ പറ്റില്ല. നാട്ടിലാണെങ്കിൽ നമുക്ക് വേഗം പെട്ടെന്ന് വണ്ടി സൈഡിൽ നിർത്തി എന്തെങ്കിലുമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ സൈൻ ബോർഡുകൾ കാണും. ഇത് കണ്ടോ, ഓവർ ഗാൻട്രി അല്ലെങ്കിൽ റോഡിന് മുകളിൽ നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ ഉണ്ടാവും കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച്. അത് റോഡിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. അവിടെ 27 എഴുതി വെക്കണമുണ്ടോ, അത് ഓരോ ജംഗ്ഷന് സൂചിപ്പിക്കാനാണ്. അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ 27 ആണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഇത് കാണുന്നതെല്ലാം LED ഓവർ ഹെഡ് ബോർഡുകളാണ്. നമ്മുടെ സ്പീഡ് അല്ലെങ്കിൽ എന്തെങ്കിലും റോഡിലുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡിസ്പ്ലേ വന്നുകൊണ്ടിരിക്കും. ഇവിടെ വേരിയബിൾ സ്പീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. 70 മൈൽസിൻ്റെ എക്സ്പ്രസ് വേ ആണെങ്കിലും കൺജഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില സ്ഥലത്ത് സ്പീഡ് കുറച്ച് 50 അങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് വീണ്ടും സ്പീഡ് നോർമൽ ഇതിലോട്ട് വരും. അതായത് കൺജഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണത്. നമുക്കിന്നിപ്പോൾ കുറച്ച് റോഡ് മാർക്കിങ്സ് നോക്കാം കേട്ടോ. ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലും വളരെ അത്യാവശ്യമായിട്ട് വരും. ഇത് നമ്മൾ പഠിച്ചിരിക്കുക. ഈ സോളിഡ് വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, സോളിഡ് വൈറ്റ് ലൈൻ നമ്മുടെ സ്റ്റോപ്പ് സൈനാണ് കേട്ടോ. ഇത് റോഡിന് കുറുകെ വരുന്ന സൈനാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടുള്ള ലൈനാണെങ്കിൽ, അതുപോലത്തെ ഡബിൾ ലൈനാണെങ്കിൽ നമ്മൾ ഗീവ് വേ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ, അതാണ്. നമ്മുടെ റോഡ് സെൻട്രൽ ലൈനാണ്, അതായത് റോഡിൻ്റെ വരികളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് 2 ടൈപ്പിലുണ്ടാവും കേട്ടോ. നീളം സെൻട്രൽ ലൈനിൻ്റെ മാർക്കിങ് നീളം കൂടുതലാണെങ്കിൽ അസാഡസ് ആണ്, നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസ് വരകളാണെങ്കിൽ നമുക്ക് മിറർ നോക്കിയിട്ട് ക്രോസ് ചെയ്യാം. അതാണ് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. പിന്നെ വരുന്ന യെല്ലോ മാർക്കിംഗ്, ഇത് റോഡിൻ്റെ കർബ് സൈഡ്, അതായത് നമ്മുടെ നടപ്പാതയുടെ
എവിടേക്ക് വരുന്നതാണ്, റോഡിൻ്റെ സൈഡിലായിട്ട് വരുന്നതാണ്. ഇത് മെയിനായിട്ട് സ്കൂളിൻ്റെ ഒക്കെ സൈഡിലാണ് വരുന്നത്. അവിടെ ഒരിക്കലും നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് യെല്ലോ ബോക്സസ്. ഇത് ട്രാഫിക് ജംഗ്ഷനുകളിലും അല്ലെങ്കിൽ മെയിൻ ജംഗ്ഷനുകളിലൊക്കെ വരുന്നതാണ്. അവിടെ നമ്മൾ ഒരു കാരണവശാലും വണ്ടി നിർത്തിയിടരുത്. അടുത്ത സൈൻ അധികം കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ അവിടെ കണ്ടിട്ടില്ല ഞാനധികം. റെഡ് മാർക്കിംഗ് ഉണ്ടാവും റോഡിൻ്റെ സൈഡിൽ, ഇതുപോലെ തന്നെ റെഡ് ലൈൻസ്. ഇതിന് റെഡ് റൂട്ട് എന്നാണ് പറയുന്നത്. റെഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിരക്കുള്ള സ്ഥലങ്ങളുണ്ടല്ലോ റോഡിൻ്റെ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ നമ്മൾ ഒരു കാരണവശാലും വണ്ടി നിർത്തി ഇടാൻ പാടില്ല. ഈവൻ ആളെ എടുക്കാനോ അല്ലെങ്കിൽ ആളെ കയറ്റാനോ ലോഡ് ഇറക്കാനോ ലോഡ് എടുക്കാനോ ഒന്നും നമ്മൾ വണ്ടി നിർത്തിയിടാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ചില പ്രത്യേക സ്ഥലത്ത് വണ്ടി നിർത്താനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ടാവും. അത് വൈറ്റ് ബോക്സ് ആയിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് റെഡ് റൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിർത്തുകയാണ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും സേഫ് ഡ്രൈവിംഗ്, ഹാപ്പി ഡ്രൈവിംഗ്. ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി, കഴിയുമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഫോളോ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.